ബി.ജെ.പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. യോഗത്തിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ചേരുന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗം എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 195 പേരടങ്ങുന്ന ലിസ്റ്റാണ് ആദ്യഘട്ടത്തിൽ ബി.ജെ.പി പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെ മന്ത്രിസഭയിലെ 35 പേരടങ്ങുന്ന പട്ടിക അത് 195 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നമുക്കറിയാം 12 സീറ്റുകളിൽ ബി.ജെ.പി ഇതിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എല്ലാം ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ ഇനിയും രാജ്യത്തൊട്ടാകെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. കേരളത്തിലാകട്ടെ ബി.ജെ.പി 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനായാണ് ബി.ജെ.പിയുടെ നിർണായക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ ചേരുന്നത്. ബി.ജെ.പി ആസ്ഥാനത്ത് നടക്കുന്ന യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. 11 പാർലമെന്ററി ബോർഡ് അംഗങ്ങളും കൂടാതെ മറ്റ് 3 പേരും കൂടും ചേരുന്നതാണ് 15-അംഗ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി. ഇത് കൂടാതെ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസ്ഥാന അധ്യക്ഷന്മാരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരെയും വിവിധ സംസ്ഥാനങ്ങളിലെ കേന്ദ്രമന്ത്രിമാരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ യോഗം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. ലക്ഷ്മി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.